How old are you? 36. 36? Yes. Okay, that'll be yeah, but she's 36. I don't think so. Yes. Basics in here, but age, yeah, yes, I've seen. I mean, I've seen that. Yeah, but then we have this All right. age restriction. Make a note of it. Mr. Kaur, here, see this. Yeah, that's an issue, right? Policies are made to stick to that. Yes. A bit confusing. Quite some time, but I think we have a bit of a problem here, Mrs. Rajiv. Because definitely you are aware of the age bar we have for this job, and it's 35. But I am just 36. Of course. But once a rule is set, it's really not flexible. But my husband and daughter are going to Ireland. So if I do not have a job there, I will not be able to go. Because we cannot afford with only my husband's salary. We do understand your situation, Mrs. Rajiv, and we do empathize. But that's pretty much the only thing we can do. We are truly sorry. തോപ്പുംപടിയല്ലേ ഇറങ്ങേണ്ടത്? മാറിയ തോപ്പുംപടിയായ ഇനി 5-6 സ്റ്റോപ്പ് കൂടി ഉണ്ട്, അവിടെ പോയിരുന്നോ? തോപ്പുംപടിക്ക് ഇനി 5-6 സ്റ്റോപ്പ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഏ അച്ചപ്പത്തിന്റെയും കുഴലപ്പത്തിന്റെയും കച്ചവടമൊക്കെ നിർത്തിയോ? അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം കൊച്ചെ? എല്ലാരും ഇപ്പൊ അങ്ങ് ബേക്കറിയിലേക്കല്ലയോ. അതുകൊണ്ടെന്താ, ഓരോന്നിനും ഇപ്പൊ 35-ാമത്തെ വയസ്സിലല്ലേ ഷഷ്ടി പൂർത്തി. തിന്നുന്ന ഓരോന്നിന് മേലനങ്ങാൻ വയ്യ. ആരാ? ഇന്ത്യൻ പ്രസിഡന്റ്. ആണോ? പുള്ളിയെപ്പോ വന്നു? ഓ, അപ്പൊ അതിന്റെയാണ് ഈ ബ്ലോക്ക്. അപ്പൊ പത്രമൊക്കെ ഡെയിലി വായിക്കാറുണ്ടല്ലയോ? അല്ല, കഴിഞ്ഞ ദിവസം ആ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടല്ലോ. കൂടുന്നത് അനിയച്ചാരാണല്ലയോ? അല്ല, ഹസ്ബൻഡാ. അല്ല, തോപ്പുംപടി എത്താറായില്ലയോ? നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ലീവ് എടുത്ത് പൊക്കോണം. അല്ലാതെ തോന്നുന്ന സമയത്ത് വന്ന് അറ്റൻഡൻസിൽ ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ. ഐ വിൽ നോട്ട് അലൗ ദാറ്റ്. റോഡ് ബ്ലോക്കായിട്ട് നിങ്ങളെ ഈ മാസം തന്നെ എത്രാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ച് വാൺ ചെയ്യുന്നത്? തങ്കപ്പൻ എഴുതേണ്ട സർട്ടിഫിക്കറ്റിൽ തങ്കമ്മ എന്ന് എഴുതുക. അർജന്റ് ഫയൽ എന്ന് പറഞ്ഞാലും 3 ആഴ്ച കഴിഞ്ഞ് പുട്ടപ്പ് ചെയ്യുക. ദെയർ ഈസ് എ ലിമിറ്റ്. ഇതിപ്പോൾ നിങ്ങളുടെ ഒരു കൊലീഗ് തന്നെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തത് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്ന കാര്യം അറിയോ? ഒന്നുമല്ലേലും 10-40 വയസ്സായില്ലേ നിങ്ങൾക്ക്? മേലിൽ ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ഐ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ആക്ഷൻ. എക്സ്ക്യൂസ് മീ. യെസ്, മേ ഐ? ആ പോ. നിരുപമേ, താൻ എനിക്ക് കൂടി സസ്പെൻഷൻ വാങ്ങിച്ചു തരും. ഒപ്പിടാൻ സമ്മതിച്ചതിന് അങ്ങേരെ എന്നോടെടുത്ത് പോര്. തൂക്കിക്കൊല്ലാന്ന് മാത്രമേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. സോറി. നീ ഒപ്പിട്ട് കഴിഞ്ഞ് ഡാവിൽ അവൾ അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. പിന്നെ സത്യസന്ധതയുടെ നിറകുടം അല്ലേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം. എനിക്കുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഞാൻ ഇട്ടാന് ഉറപ്പാ.
അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ അവളും ഇടാൻ തുടങ്ങും. ഏതായാലും നല്ല ദിവസം തന്നെ. ഇന്റർവ്യൂ അങ്ങനെ, ഇവിടെ വന്നപ്പോൾ ദേ ഇതും. ലച്ചുവിനാണെങ്കിൽ ഇന്ന് നേരത്തെ സ്കൂൾ വിടും, വിളിക്കാൻ ചെല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനിയിപ്പോൾ സമയത്തിന് മുമ്പ് ഇറങ്ങാൻ ഇങ്ങേരും സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഞാനിവിടെ എത്തിയേനെ. ആ ഇന്ത്യൻ പ്രസിഡന്റാ എല്ലാം കൊളാക്കിയത്. അങ്ങേർക്ക് ഇന്ന് തന്നെ കൊച്ചി കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. ചേച്ചി, പുള്ളി കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് അതൊന്ന് പേപ്പറിൻ്റെ കാര്യമാണ്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ പുള്ളിക്ക് പോകാമല്ലോ, പ്രായമുള്ള ആളല്ലേ. ഇന്നിനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തങ്ങ് വിട്ടേരും. വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് ഒരപേക്ഷ ഞാൻ നൽകിയിരുന്നു. അതെന്തായിന്ന്? തഹസീൽദാർക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഇത് തന്നെയാ പറഞ്ഞത്. ഞാൻ വാക്കുമാറ്റി പറയുന്നൊന്നുമില്ലല്ലോ, ഇപ്പോഴും അത് തന്നെയല്ലേ പറയുന്നത്. കല്യാണത്തിന്റെ ആവശ്യത്തിനാ, തീയതി അടുത്ത് വരിക. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ തീയതി കുറിച്ചത്. നോക്കട്ടെ, 2 ദിവസം കഴിഞ്ഞു വാ. ഉള്ളിലേക്കും ഒരുപാട് ഗ്രേ ഉണ്ടല്ലോ. ആ, ഹെയർ ലോസ് ഉണ്ടല്ലേ? കുറേശ്ശെ. വെള്ളത്തിന്റെയാ, ക്ലോറിൻ ആണല്ലോ. I would suggest you go for coloring. It will be good on you and you will look 10 years younger. ആ? ക്രൂരതകൾ കണ്ടില്ലെന്നടിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞാനും എന്റെ അമ്മയും കോംപ്രമൈസ് ചെയ്യായിരുന്നു. എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു നിങ്ങളുടെ മോള്. വയറ്റി കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസം കൊലയ്ക്ക് കൊടുക്കുമായിരുന്നു. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവളല്ല. ഞങ്ങൾ കാത്തിരുന്ന എന്തായി മോളെ അയർലൻഡ്? കൊറേ കാര്യങ്ങളൂടെ ശരിയാവാനുണ്ട് സാറേ. ഇതെപ്പോ വാങ്ങി? ഇന്ന് 675 രൂപ. ഓർമ്മ നിൽക്കാനത് നല്ലതാ. ആരോഗ്യ മാഗസിനിൽ ഉണ്ടായിരുന്നു. എന്റെ മോളെ എന്താ കൊതുക്. അതെ, ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും നോക്കാറില്ലേ? നോക്കണോന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയതാ സാറേ, പക്ഷെ എവിടെ സമയം. ലച്ചു വല്ലപ്പോഴും ഇത്തിരി വെള്ളമൊഴിച്ചാലായി. എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ടുള്ള പച്ചക്കറി എങ്കിലും കിട്ടുമല്ലോ. ഓ, അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ സാറേ. സാറിന് കേക്ക് എടുക്കട്ടെ? വേണ്ട വേണ്ട, എന്നാ ഒരു ചായ എടുക്കട്ടെ? ചായക്കിനി പാല് ഒന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ നാളെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ പറയാം. എനിക്കവിടെ 1-2 മോളെ ചെല്ലേ. മൃഗങ്ങൾ പോലും കാട്ടാത്ത ക്രൂരത സ്വന്തം കുഞ്ഞിനോട് കാട്ടിയ നിന്നെ പോലുള്ള നീരാളികളുടെ ഉപദേശം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം. വിഷു അറിഞ്ഞോ? അസഭ്യം വിളമ്പിയ കുട്ടി അയാളുടെ അല്ലെന്ന് അറിഞ്ഞോ? എങ്ങനെ? സാന്ദ്ര പറഞ്ഞോ? സാന്ദ്ര പത്മിനി അമ്മയോട് പറയുന്ന അയാൾ കേട്ടു. അയാൾ തൊട്ടടുത്ത മുറി നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അറിഞ്ഞതായിട്ട് അയാൾ ഭാവിക്കുന്നേയില്ല. സാധാരണ പോലെ പെരുമാറുക. ഇതിന്റെ വോളിയൊന്ന് കുറയ്ക്കോ? നിങ്ങൾക്ക് രണ്ടർക്കും മാത്രം കണ്ടാ പോരെ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. വന്ന് കേറിയപ്പോ പോലും നടന്നല്ലാണല്ലോ പെണ്ണ്. അല്ല ഇത് ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായതേ എൻ്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് തിരിക്കുന്നതും ഞാനല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ മുഖം വീർപ്പിക്കൽ മഹാമഹം നടത്തുന്നത് കൊണ്ട് ഒരു കാര്യമില്ല.
കുറെ കൂടി ചെറുപ്പമുള്ള ഒരു അമ്മയെ തന്നൂടായിരുന്നു എന്ന് ദൈവത്തോട് ചോദിക്ക്. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അമ്മയ്ക്ക് മനസ്സിലാവില്ല. പതുക്കെ. ഒരു ഡ്രീമില്ലാതായി പോകുമ്പോഴ സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കേ മനസ്സിലാവൂ. സ്കൂളിലെയും കോളേജിലെയും എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം, വായിച്ചു നോക്ക്. ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ. എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്, അന്നത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെയും പറയാം. ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ്. നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതീ വിട. മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. കണ്ണാ, ഒരു 500 തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ. അതൊക്കെ അമ്മയുടെ കബോർഡിൽ ഭദ്രമായിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ പാവം ചിലൊക്കെ പട്ടിണി അടഞ്ഞ് ചത്തുപോകും. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതേ നീ പറഞ്ഞ ഡ്രീം കാണാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാ. ഓ, ഭയങ്കര സാക്രിഫൈസ് ആയിപ്പോയി. ലോകത്തുള്ള ഒരമ്മ സക്സസ്ഫുൾ ആയിട്ടില്ലല്ലോ. അച്ചേ ചെയ്യണമെന്നുള്ളവർക്ക് ഏത് അവസ്ഥയിൽ അച്ചീയാം. അത് ചെയ്യാതെ മടി പിടിച്ചിരുന്നിട്ട് ബ്ലെയിം മുഴുവൻ എൻ്റെ തലയിലും. എന്ത് എളുപ്പമുണ്ട്. ഒന്നും തലയിലേക്ക് വെക്കുന്നില്ലേ? പക്ഷെ എവിടെ പോയാലും അവസാനം വെക്കാൻ പഠിക്കേണ്ടത് ഇവിടുത്തെ കഞ്ഞിയും കറിയാണെന്ന് ഓർത്താ മതി. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിക്കാൻ തുടങ്ങലുണ്ടല്ലോ ഐ വിൽ ബിക്കം ഓൾഡ്. കിളവേ ആയിപ്പോവും ഞാൻ. എനിക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഓ, അത് അവൾ അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞായിരിക്കും. എന്തോ നിനക്കോട്ട് വെച്ചിട്ടുണ്ട്. അതെന്താ അപ്പൊ അങ്ങനെ ഒരു പുതുമ? എനിക്ക് വേണ്ട. ഞാൻ നല്ല ഒന്നാം തരം കേക്ക് കഴിച്ചു. ഇതെവിടുന്നാന്നറിയോ? നമ്മുടെ ടെറസീന്ന്. വെറുതെ ഇട്ടാൽ ഇതുപോലെ ഓരോന്ന് മനസ്സറിയാതെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു വരും. തുണി ഉണങ്ങിയത് എടുക്കാൻ പോയപ്പോ കണ്ടതാ. പൈസ മുടക്കിയാൽ എന്താ, മുതലാവുന്നുണ്ടല്ലോ. 20,000 രൂപ അല്ലേ? രാജീവന്റെ മുടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. മുടിക്കെന്തു പറ്റി? ശ്രദ്ധിച്ചില്ല? ഇല്ല. നന്നായിട്ടുണ്ട്. ചുമ്മാ. സത്യമായിട്ടും വയലറ്റ് ആണോ? അല്ല, റെഡ്. ഗോൾഡൻ വേണോന്ന് അവര് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന്. അതേതായാലും എന്തും കൊണ്ടും നന്നായി. രാജീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ കഴുകിക്കളയാൻ ഞാനൊരു റിമൂവർ വാങ്ങി വെച്ചു. ഏതായാലും ഇനിയിപ്പോൾ ധൈര്യമായി. നാളെയാണ് ലച്ചുവിൻ്റെ സ്കൂളിൽ പേരൻസ് ഡേ സെലിബ്രേഷൻസ്. ഒന്ന് പോയി ഷൈൻ ചെയ്യാം അല്ലേ? കലക്കണം. ഇന്റർവ്യൂവിന് തോറ്റതിന് എന്നോട് ദേഷ്യമുണ്ടോ? ഓപ്ര വിൻഫ്രി വരെ അവരുടെ ആദ്യത്തെ 5 ഇന്റർവ്യൂ തോറ്റിരിക്കുന്നു. അതാരാ? അത് മട്ടാഞ്ചേരിയിലുള്ള ഒരു സ്ത്രീയാ. ഓ, പക്ഷേ ഇനിയിപ്പോൾ എനിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? രാവിലെ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി. അയ്യോ. പതുക്കെ ഒരു പയ്യനെ ഇടിച്ചു. അവൻ ആശുപത്രിയിലാ. ഞാനിന്ന് അവിടെ ആയിരുന്നു. എന്നിട്ട് രാജീവിന് എന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. അവനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരത് കേസാക്കി. എന്നുവെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിനെയൊക്കെ വല്ലാതെ ബാധിക്കും. കാത്തിരുന്നൊടുവിൽ കിട്ടിയപ്പോൾ. ഈ കേസ് എന്ന് പറയുമ്പോൾ അറസ്റ്റോ മറ്റോ? ഏയ്, ഒന്നുമില്ല. ഒരു ഫൈൻ അടിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇൻഷുറൻസ് ഉള്ളതല്ലേ. ഇതിപ്പോൾ ഈ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു തലവേദന ഇല്ലായിരുന്നു. ഇപ്പം അച്ഛൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഓടിച്ചെന്ന് പറയായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് കരുതിയാ ഞാനിത് ആഗ്രഹിച്ചത്. ഭാഗ്യമില്ല എന്ന് വിചാരിക്കാം അല്ലേ? ഞാനാ ഓടിച്ചിരുന്നേന്ന് പറഞ്ഞാലോ? ഏയ്, അത് എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഞാൻ ഏതായാലും വണ്ടി ഓടിച്ചിട്ട് ആ ലൈസൻസ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷെ ആക്സിഡന്റ് കണ്ടവരുണ്ടാവില്ലേ? 2 പേരും. പക്ഷെ അവര് നമ്മൾ പറയുന്നിടത്ത് നിന്നോളും. അപ്പൊ പിന്നെന്താ? അല്ല, എന്നാലും ഒരെന്നാലും വേണ്ട. രാജീവ് വിസയുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. ഇതെന്ത് സാധനാന്നാ പറഞ്ഞത്? ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഡെത്തോ? ഐസ്ക്രീമിൽ വരെ വയലൻസ് ആയി. നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോയ് ഐസ്ക്രീമാ.
അതും വർഷത്തിലൊരിക്കൽ ആരെങ്കിലും മേടിച്ച് തന്നാ തന്നു. ദേ ഇത് കുറച്ച് എടുക്കട്ടോ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. യോ എനിക്ക് വേണ്ട. അമ്മയ്ക്ക് മടക്കുമ്പോൾ നിർത്തിക്കോ, ബാക്കി ഞാൻ തട്ടിക്കോളാം. ഞാൻ അവിടെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക് കണ്ടിട്ട് വരാം. റിയലി ക്യൂട്ട്. സൂക്ഷിച്ച്. പാവം. ഞാൻ കാരണം രാജീവിനും ഓഫീസിൽ അത്യാവശ്യം കളിയാക്കൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോറി. ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുക. ഞങ്ങളെന്ന് വെച്ചാ? ഞാനും ലച്ചു. അവിടെ ചെന്ന് അവളൊരു ടെസ്റ്റ് എഴുതണം. പാസ്സായ 9th തന്നെ അഡ്മിഷൻ കിട്ടും. അതവൾ ക്ലിയർ ചെയ്യും. ഇവിടുത്തെ സ്കൂൾ റെക്കോർഡ്സ് ഇമ്പ്രസീവ് ആയതുകൊണ്ട് അക്കാഡമിക്കായിട്ട് തീരണമെന്നില്ല. ഒരു 2 bedroom അപ്പാർട്ട്മെൻറ്റ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. തുടക്കത്തിൽ എനിക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല. അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല. അതുകൊണ്ട് നിനക്കൊരു ജോലിയില്ല, നമുക്ക് 3 ആൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതും ശരിയല്ലല്ലോ. അങ്ങോട്ട് വരാനേ പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, നിനക്കൊരു ജോലിയോ എനിക്കൊരു ബെറ്റർ പ്ലേസ്മെൻറ്റോ കിട്ടുന്ന സമയത്ത്. ആ സമയം എന്നാണെന്ന് പറയാൻ പറ്റുമോ രാജീവിന്? 1 വർഷം? 2 വർഷം? അതുവരെ ഞാൻ എന്ത് ചെയ്യണം? എന്നത്തെയും പോലെ രാവിലെ ഓഫീസിൽ പോവുക, തിരിച്ചു വരിക അല്ലേ? അത് മാത്രമാണോ നിമ്മി? ഇവിടെയും കാര്യങ്ങളില്ലേ? എന്ത് കാര്യമാണ് രാജീവ്? ഞാൻ നോക്കാൻ മാത്രം അച്ഛനും അമ്മയ്ക്കും ആരോഗ്യക്കുറവൊന്നുമില്ല. ഇപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവര് തന്നെയാ. അത് രാജീവിനും അറിയാം. എന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് ലച്ചുവും രാജീവുമാ. നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. രാജീവിന്റെ സ്വപ്നമാണ്, എനിക്കറിയാം. അതിന് ഞാൻ തടസ്സം നിൽക്കില്ല. പക്ഷെ ലച്ചു കൊച്ചുകുട്ടിയാണ് രാജീവ്. അവക്ക് ഞാൻ വേണം. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് അവൾക്കുണ്ട്. അത് അവൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഇല്ലേ അവിടെ. അവൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ 13 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയേക്കാൾ ആവശ്യമുള്ള ചിലതുണ്ട്. ഒരമ്മയ്ക്ക് മാത്രം ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് അവക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ രാജീവ് മനസ്സിലാക്കണം. നിമ്മി, നീ ആദ്യം സെന്റിമെന്റ്സ് മാറ്റി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. അമ്മയാണെന്നുള്ള സെന്റിമെന്റ്സ് ആണോ ഞാൻ മാറ്റി വെക്കേണ്ടത്? അത് മാറ്റി വെച്ചിട്ട് എനിക്ക് ഒന്നും സ്ട്രെയിറ്റ് ആയിട്ട് കാണണ്ട. അയർലൻഡിൽ ഒരു നമ്പർ 1 സ്കൂളും ഒരു ഇന്റർനാഷണൽ സിലബസും കാണണ്ട. ലച്ചുവിനെ എനിക്കിവിടെ വേണം രാജീവ്. ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുക അവള്. ഇനി വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ചിലപ്പം അവളെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ വരാതെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഉറപ്പില്ല. അവൾ അവിടെയുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അതറിഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന ബാക്കി എല്ലാവരെയും പോലെ ഇവിടുത്തെ ലൈഫിൽ അവൾ കുരുങ്ങി പോകുന്നുള്ള പേടി കൊണ്ടാണ്. അവിടെ എന്ത് കാര്യമാണെങ്കിലും സ്കൂളിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിലും അച്ഛനോട് പറയണം. അച്ഛൻ എത്ര തിരക്കാണെങ്കിലും. വേറെ സ്ഥല, വേറെ തരം കുട്ടികളാ. അവർ പറയുന്നതാ ശരിയെന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. അടിയിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം. അച്ഛനും അമ്മയും നിനക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നത് പോലെ വേറെ ആരും വിചാരിക്കില്ല. വേറെ ആരും.
എനിക്കറിയാം അമ്മ. വീട്ടിൽ ഞാൻ സ്കൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാലോ, ആദ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അമ്മ യൂസ്ഡ് ആയിക്കോളും. എന്തേലും സംശയം ഉണ്ടേ സെബാസ്റ്റ്യൻ സാറോട് ചോദിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കണം. ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോവല്ല, ഞാൻ എൻ്റെ ഡ്രീംസിന്റെ പിന്നാലെ പോവാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അമ്മ എന്നോട് വഴക്കിടുമ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വോണ്ട് മിസ് യു. ചെന്ന ഉടനെ വിളിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞങ്ങളുടെ കാര്യം നോക്കണ്ട, അവളെ ഒരുപാട് നാൾ ഇവിടെ ഒറ്റയ്ക്കിടരുത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല.